മമ്മൂക്കയുടെ ടർബോ തേർഡ് ഡേ ശനിയാഴ്ചയിലേക്ക് കയറിയപ്പോൾ ചിത്രത്തിൻ്റെ ആദ്യ വീക്കെൻഡ് വരികയാണല്ലോ. ഇപ്പോൾ ഈ ഒരു ചിത്രം ബോക്സ് ഓഫീസിൽ എങ്ങനെയാണ് പെർഫോമൻസും കാര്യങ്ങളെല്ലാം കാഴ്ചവെക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അത് നോക്കുന്നതിൻ്റെ മുന്നേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പറയാനുള്ളത്. ടർബോ എന്ന ചിത്രത്തെക്കുറിച്ചും മമ്മൂക്കയെക്കുറിച്ചും പറഞ്ഞ പോസ്റ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത്. ആ ഒരു പോസ്റ്റിൽ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് നോക്കാം. 2014 രാജാതിരാജ കണ്ടിറങ്ങുമ്പോൾ തിങ്ങി നിറഞ്ഞ ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരു കമൻറ്റ്, ഇനിയൊരു 5-6 കൊല്ലം കൂടി പിന്നെ ഇത്തരം ആക്ഷൻ സംഭവങ്ങളൊന്നും മമ്മൂക്കയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട, പിന്നെ നല്ല അച്ഛൻ അപ്പൂപ്പൻ റോളുകളൊക്കെ ചെയ്യാം. അത് കഴിഞ്ഞ് 10 വർഷമായി ഇന്നലെ രാത്രി നിറഞ്ഞു കവിഞ്ഞ സദസ്സിൽ ടർബോ കണ്ടിറങ്ങുമ്പോൾ കേട്ടു മറ്റൊരു കമൻറ്റ്, ഓ ഇപ്പോഴും ഈ പ്രായത്തിലും എന്തൊരു എനർജി, ഇനിയും ഒരു 10 കൊല്ലം കഴിഞ്ഞ് മറ്റൊരു ടർബോ വന്നാലും അതിശയിക്കേണ്ട. അതൊന്ന് തിരുത്തിയാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നി. 10 സുഹൃത്തെ, 20-30 കൊല്ലം കൂടി കഴിഞ്ഞാലും ഇതേ മമ്മൂട്ടി ഇതിലേറെ എനർജിയോടെ ഇവിടെ ഉണ്ടായാലും അത്ഭുതമില്ല. അത് ഞങ്ങളുടെ മമ്മൂക്കക്ക് മാത്രമുള്ള സിദ്ധിയാണ്. ആ മഹാമനസ്സിന്, ആ അർപ്പണത്തിന്, ആ നടന വൈഭവത്തിന് കാലം കനിഞ്ഞു നൽകിയ അനുഗ്രഹമാണ്. നൻപകൽ നേരത്തെ മയക്കവും കാതലും ഭ്രമയുഗവും ചെയ്ത അനായാസത്തോടെ യുവതലമുറ പോലും ചെയ്യാൻ മടിക്കുന്ന കഠിനമായ ആക്ഷൻ രംഗങ്ങളും ചെയ്ത് കയ്യടി നേടാൻ ഞങ്ങൾക്ക് ഒരു മമ്മൂക്കയല്ലേ ഉള്ളൂ. അതെ, ഒരേ ഒരു മമ്മൂക്ക. ഇതാണ് സംവിധായകൻ പത്മകുമാർ FBയിൽ കുറിച്ചിരിക്കുന്നത്. ഈ ഒരു പോസ്റ്റാണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഇനി തേർഡ് ഡേയിലെ ചിത്രത്തിന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് നോക്കാം. ഈ ഒരു സ്ക്രീൻഷോട്ട് കണ്ടോ നിങ്ങൾ? ഏകദേശം 11:15 അടുത്ത സമയമായപ്പോഴാണ് ബുക്ക് മൈ ഷോ ആപ്പിലൂടെ ഈ ഒരു സ്ക്രീൻഷോട്ട് എടുത്തത്. അപ്പോൾ ഈ ഒരു സമയത്തും മണിക്കൂറിൽ 6000-ന് മുകളിൽ ടിക്കറ്റ്സുകളാണ് സോൾഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. ടർബോ വേറെ ലെവലിലേക്ക് തന്നെയാണ് വീക്കെൻഡിലും സഞ്ചരിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എങ്ങനെയെങ്കിലും ഈ ഒരു ചിത്രത്തെ ഡീഗ്രേഡ് ചെയ്ത് നശിപ്പിക്കണം എന്നുള്ള ഒരു കണ്ണ് പലർക്കും ഉണ്ട്. എന്നിരുന്നാലും അതൊന്നും ഈ ഒരു സിനിമയെ ബാധിക്കുന്നില്ല. നല്ല രീതിയിൽ സ്റ്റഡി കളക്ഷൻ നിലനിർത്തി തന്നെയാണ് മൂന്നാമത്തെ ദിവസവും ഈ ഒരു ചിത്രം ബോക്സ് ഓഫീസിൽ മുന്നേറുന്നത്. വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനു ജിനാസ്. പുതുസായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കുക, നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക. ഓക്കെ, ബൈ.